ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 18 മീറ്ററോളം ഉയരം വയ്ക്കുന്ന മഞ്ഞക്കൊന്ന തണൽമരമായും അലങ്കാര വൃക്ഷമായും നട്ടുവളർത്തുന്നു. ഈ മഞ്ഞക്കൊന്നയുടെ ശാസ്ത്രീയ നാമം സന്നാസിമിയ എന്നാണ്. മഞ്ഞക്കൊന്ന എപ്പോഴും പച്ചപ്പിൽ കാണപ്പെടുന്നു. ഇതിൻ്റെ പൂക്കൾക്ക് നല്ല മഞ്ഞ നിറമാണ്. കാണാൻ നല്ല ഭംഗിയാണ്. നനവുള്ള മണ്ണ് ഇഷ്ടപ്പെടുന്ന നിത്യഹരിത വൃക്ഷങ്ങളാണ് മഞ്ഞക്കൊന്നകൾ. കൊക്കോ, തേയില, കാപ്പി തോട്ടങ്ങളിൽ തണൽമരമായി ഈ മഞ്ഞക്കൊന്നകൾ ഉപയോഗിക്കാറുണ്ട്. കണിക്കൊന്ന പോലെ തന്നെ അകലെ നിന്നേ നമുക്ക് ഈ മഞ്ഞക്കൊന്നകളും തിരിച്ചറിയാൻ പറ്റും. അത്ര നല്ല മനോഹരമായ പൂക്കളാണ് ഇതിനുള്ളത്. ഇതിൻ്റെ എല്ലാ തണ്ടിൻ്റെയും അറ്റത്തും ഈ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. കൊന്നപ്പൂക്കളെ പോലെ തന്നെ പൂത്തു തിളർക്കുമ്പോൾ മഞ്ഞപ്പൂക്കളാൽ വർണ്ണാഭമാണ് മഞ്ഞക്കൊന്ന. കുലയായി താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന മഞ്ഞപ്പൂക്കളാണ് മഞ്ഞക്കൊന്നയെ ആകർഷകമാക്കുന്നത്. ഇതിൻ്റെ മൊട്ടുകൾക്ക് ഇളം പച്ച കളറും പൂവുകൾക്ക് നല്ല മഞ്ഞ കളറുമാണ്. 5 ഇതളുകളാണ് ഇതിൻ്റെ പൂവുകൾക്ക് ഉള്ളത്. എല്ലാ തണ്ടിൻ്റെയും അറ്റത്തുനിന്ന് ഈ മഞ്ഞക്കൊന്ന കുലയായി തൂങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ ഇത് അകലെ നിന്ന് കാണുമ്പോൾ തന്നെ വളരെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഇലകൾ പൊതുവെ വിഷമാണ്. പന്നികൾക്ക് ഇതിൻ്റെ ഇലകൾ വിഷമാണ്. ഇതിൻ്റെ കായ്കൾ വീണ് മുളച്ചാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ധാരാളം തൈകൾ ഇതിൻ്റെ അടുത്ത് തന്നെ കിളിർത്ത് വരാറുണ്ട്. ഇത് ഒരു കാട്ടിലൊക്കെ വീണ് കഴിയുമ്പോൾ അതിൻ്റെ ചുറ്റിനും ഇതേപോലുള്ള ചെടികൾ വന്ന് നിറയാറുണ്ട്. അതുകൊണ്ട് ഇതിനെ ഒരു അധിനിവേശ വിദേശ സസ്യമായിട്ടാണ് കരുതി പോകുന്നത്. ഇതിൻ്റെ ഇലകൾ വിഷമായതുകൊണ്ട് തന്നെ കാട്ടിലൊക്കെ ജീവിക്കുന്ന സസ്യഭുക്കായ മൃഗങ്ങൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചെടിയാണ്. തിളപ്പിച്ച് ഊറ്റിയ ശേഷം ഇലയും ഇളം തണ്ടും കായും ഭക്ഷ്യയോഗ്യമാണ്. മ്യാൻമറിലും തായ്ലൻഡിലും ഇത് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു. ഈ മരത്തിൽ അടങ്ങിയിരിക്കുന്ന ബരക്കോൾ എന്ന സംയുക്തം ഒരു ഔഷധമാണ്. മഞ്ഞക്കൊന്നയുടെ തടി ഫർണിച്ചർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.